കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി തിരക്കിട്ട് UAE-ലെത്തി. കേവലം 2 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഹ്രസ്വ കൂടിക്കാഴ്ച. പക്ഷേ അതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്തിനാണ് പ്രധാനമന്ത്രി ഇത്ര തിരക്കിട്ട് UAE-ലെത്തിയെന്നും UAE എന്തിനാണ് ഒരു ഹൃദ്യമായ സ്വീകരണം, അവരുടെ ഫൈറ്റർ ജെറ്റുകളും മറ്റും അകമ്പടി സേവിച്ചുകൊണ്ടുള്ള വലിയ ഹൃദ്യമായ സ്വീകരണം ഒരുക്കിയതെന്നും ഇപ്പോൾ മനസ്സിലായി തുടങ്ങുന്നു. കാരണം ഇത് ലോകത്തിന് തന്നെ അത്ഭുതമായ ഒരു കരാറാണ് ഇപ്പോൾ ഇന്ത്യ UAE-യുമായി ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ 85% എണ്ണയും ഇറക്കുമതിയിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് എത്തുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അന്താരാഷ്ട്ര തലത്തിലുണ്ടായിരിക്കുന്ന വലിയ പ്രതിസന്ധി, ഗുരുതരമായ പ്രതിസന്ധിയാണ്. നമ്മുടെ പക്കൽ 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരം ഉണ്ട് എന്ന് പറയുമ്പോഴും അടിയന്തരമായ ഒരു ഘട്ടം വന്നാൽ, പ്രത്യേകിച്ച് യുദ്ധം പോലൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ പ്രതിസന്ധിയിലേക്ക് പെട്ടുപോകും. കാരണം ഈ 60 ദിവസത്തെ ശേഖരമുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ പമ്പുകളിൽ അടക്കമുള്ള ഒരു ശേഖരത്തിന്റെ കണക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഒരു യുദ്ധമുഖത്തേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും. ഇവിടെയാണ് UAE-യുടെ ഒരു വലിയ കരാർ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. UAE നമ്മുടെ ഭൂഗർഭ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിൽ, അതായത് ഭൂഗർഭ അറകളിലുള്ള നമ്മുടെ പെട്രോളിയം റിസർവിലേക്ക് 30 ദശലക്ഷം ബാരൽ എണ്ണ നൽകും. ഈ എണ്ണ വിൽപ്പനയ്ക്കുള്ളതല്ല, പകരം ഇന്ത്യയുടെ റിസർവായി UAE ഇന്ത്യയിൽ ഇത് സൂക്ഷിക്കും. 30 ദശലക്ഷം. അടിയന്തര ഘട്ടമുണ്ടായാൽ ഇത് ഉപയോഗപ്പെടുത്തും. ഇനി അയൽ രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ടായാലും ഇത് നൽകാൻ കഴിയും. ഇത് തന്നെയാണ് ഏറ്റവും, അതായത് ഏത് അടിയന്തര ഘട്ടത്തിലും 30 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ തന്നെ UAE സംഭരിച്ച് വെക്കുന്നു. അതായത് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയാണ് ഇത് സംഭരിക്കുന്നത്. അവരുടെ എണ്ണയാണ് ഈ സംഭരണിയിലേക്ക് സംഭരിക്കുന്നത്. ഇതൊരു വലിയ നേട്ടം, ചരിത്ര നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോകത്തെ അപൂർവമായ രാജ്യങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ വൻ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരം ഒരു ക്രൂഡ് ഓയിൽ ശേഖരം ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി, അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടി മാത്രം നീക്കി വെക്കുന്നത്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ കൊടുക്കുന്ന ഒരു ക്രൂഡ് ഓയിൽ അല്ല, അടിയന്തര സാഹചര്യം മാത്രം എടുക്കുന്നതാണ്. ഓൾറെഡി 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരം അല്ലെങ്കിൽ എണ്ണ ശേഖരം ഇന്ത്യയുടെ പക്കലുണ്ട്. അതുകൂടാതെ ഇതൊരു റിസർവാണ്, ഒരു സ്പെഷ്യൽ റിസർവ് ആയിട്ടാണ് ഇത് വെക്കുന്നത്. ഇതൊരു വിൽപ്പന കരാറല്ല എന്നതിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഒപ്പം തന്നെ ഒരു LPG-യുടെ ഒരു വലിയ കരാർ, LPG സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ കരാർ കൂടി ഒപ്പിട്ടിരിക്കുന്നു. നമുക്കറിയാം, ഖത്തർ ആയിരുന്നു നമുക്ക് LPG ഏറ്റവും കൂടുതൽ നൽകിക്കൊണ്ടിരുന്ന ഒരു രാജ്യം. പക്ഷേ ഇപ്പോൾ അവരുടെ ഗ്യാസ് പ്ലാന്റുകളും മറ്റുമൊക്കെ ഭാഗികമായോ പൂർണ്ണമായോ ഒക്കെ അടച്ചിടുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇപ്പോൾ ഖത്തറിനപ്പുറത്തേക്ക് UAE-യുമായി ഒരു വലിയ കരാർ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിലെ ഭീഷണി മറികടക്കാനായി UAE ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് ലൈൻ, 4 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കടത്തിവിടാൻ കഴിയുന്ന ഒരു പൈപ്പ് ലൈനാണ്. ഇതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്, അത് പുരോഗമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിനെ മറികടന്നുകൊണ്ട് അതിൽ ടച്ച് ചെയ്യാതെ തന്നെ ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ UAE-ക്ക് എണ്ണ എത്തിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.